ഹലോ എവരിവൺ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ കോൺസെപ്റ്റാണ് ഡിമാൻഡ്, സപ്ലൈ എന്താണ്, പിന്നെ ഇക്വിലിബ്രിയം കർവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ മൂന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇന്നത്തെ സെഷനിൽ. സോ ഫസ്റ്റ് നമ്മൾ ഡിമാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിമാൻഡിൻ്റെ എന്താണ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണ്, പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ്റെ സിഗ്നിഫിക്കൻസ് മീൻസ് റിയൽ ലൈഫിലെ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ ഡിമാൻഡ് കർവ് എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് അഥവാ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ റിയൽ ലൈഫിലെ ഫാക്ടേഴ്സ്, അതാണ് നമ്മൾ 5 നോക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് എന്താണ് ഡിമാൻഡ് എന്ന് നോക്കാം. നമ്മളിവിടെ ഈ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു 6 സോപ്പുണ്ട്, 3 ആൾക്കാരുണ്ട്. ഓരോ സോപ്പിനും 50 റുപ്പീസാണ്. ഇവിടെ കാണിച്ച പോലെ 50 റുപ്പീസാണ് ഈ 6 സോപ്പിനും വില. 3 ആൾക്കാരാണ് ഇത് വാങ്ങാൻ പറ്റുന്നത്. ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് പ്രൈസിൽ, അഥവാ ഇവിടുത്തെ ഫിക്സഡ് പ്രൈസ് 50 ആണ്. ഈ 50 പ്രൈസിൽ ഈ സോപ്പ് വാങ്ങാൻ വില്ലിങ് ആൻഡ് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഗ്രൂപ്പിനാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വില്ലിങ് ആൻഡ് ഏബിൾ എന്ന് പറഞ്ഞാൽ ഈ സോപ്പ് വാങ്ങാൻ ആഗ്രഹവും വേണം, കൂടെ കയ്യിൽ പൈസയും വേണം. അതാണ് വില്ലിങ് ആൻഡ് ഏബിൾ എന്ന് പറയുന്നത്. ഏബിൾ എന്ന് പറയാം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയാം. ഇവിടെ ഇപ്പം 6 സോപ്പ് ഉണ്ടെങ്കിലും ഈ 3 ആൾക്കാർക്ക് ഈ 2 ക്വാളിറ്റീസും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുള്ളൂ. അപ്പം ഈ 6 സോപ്പിൻ്റെ ഇവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ 3 ആൾക്കാരാണ് നമുക്ക് പറയാം, 3 ആണെന്ന് പറയാം. അതാണ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റി, നേരത്തെ സോപ്പ് പറഞ്ഞല്ലോ, അപ്പം ആ സോപ്പിൻ്റെ പ്രൈസ് കൂടാന്ന് വിചാരിച്ചോ, പ്രൈസ് കൂടാണ്. നമ്മൾ ഒരു നോർമൽ പീപ്പിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു സാധനത്തിൻ്റെ പൈസ വാങ്ങിയാൽ നമ്മൾ ഇൻകം സ്റ്റേബിൾ ആണെങ്കിൽ മീൻസ് ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും സ്റ്റേബിൾ ആണ്, പ്രൈസ് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ വിചാരിക്കുക. അപ്പോൾ പ്രൈസ് കൂടുകയാണെങ്കിൽ ആ കമ്മോഡിറ്റി, നമ്മുടെ കേസിൽ സോപ്പ്, ഈ സോപ്പ് വാങ്ങാൻ ഈ സോപ്പിൻ്റെ പൈസ കൂടുകയാണെങ്കിൽ നമ്മൾ ഈ സോപ്പ് വാങ്ങുന്ന എന്താ പറയുക കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയും സ്വാഭാവികമായിട്ടും. ഇപ്പം വേറെ ആൾട്ടർനേറ്റീവ്, വേറെ ടൈപ്പ് സോപ്പോ വേറെ അതിൻ്റെ സോപ്പോ ഏത് മാർക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം ഈ കമ്മോഡിറ്റി വാങ്ങുന്ന പ്രൈസ് കൂടുന്തോറും ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്നത് കുറയും. അതാണ് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഇവിടെ ഇപ്പോൾ പ്രൈസ് ഇത്രയാകുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇത്രയാണ്, പ്രൈസ് ഇത്രയാകുമ്പം നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇത്രയാണ്. മീൻസ് അത്രയും വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ലോ ഓഫ് ഡിമാൻഡിൽ നേരത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത കർവാണ് ഇത്. ഇവിടെ ഇപ്പം പ്രൈസ് 90 ആകുമ്പം വാങ്ങിക്കാൻ 20 ആൾക്കാരേ ഉള്ളൂ. അതേസമയം 80 ആൾക്കാർ അല്ല, പ്രൈസ് 50 ആകുമ്പം വാങ്ങിക്കാൻ 100 ആൾക്കാരുണ്ട്. അതാണ് വ്യത്യാസം. പ്രൈസ് കൂടുമ്പം വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും, പ്രൈസ് കുറയുമ്പം വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് രണ്ടും, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഓൾറെഡി മനസ്സിലായി കാണും. ലൈക്ക് ഇതിപ്പം എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് വാല്യൂവിനെ അസസ് ചെയ്യാനും എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് മാർക്കറ്റിൽ അസസ് ചെയ്യാനൊക്കെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡാണ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു വന്നതിൽ ഡിമാൻഡ് പറഞ്ഞു, ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, സിഗ്നിഫിക്കൻസ് പറഞ്ഞു, ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കിയിട്ടുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിനെയാണ്. ഇതിൽ ഫാക്ടേഴ്സിൽ മെയിനായിട്ടുള്ളത് ഇൻകം ലെവലാണ്. നമുക്കിപ്പം ഒരു സാധനത്തിന് പ്രൈസ് കൂടുതലാണെങ്കിലും ഇൻകം കൂടുതലുണ്ട് ആ സാധനം വാങ്ങാൻ പറ്റും. അപ്പം ഇൻകം കൂടുമ്പോൾ ഡിമാൻഡും കൂടും എന്ന് നമുക്ക് പറയാം. അതാണ് ഒരു ഫാക്ടർ. ഇൻകം കൂടുമ്പോൾ നമുക്കിപ്പം വലിയ പൈസേൻ്റെ ഒരു സോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചാൽ, നേരത്തെ സോപ്പ് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ സോപ്പ് നമുക്ക് ഇൻകം കൂടുമ്പോൾ ആ സോപ്പ് വാങ്ങാൻ പറ്റും. അതൊരു ഇൻകം ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുമ്പോഴുള്ള ഇൻഫ്ലുവൻസ് ആണ്. അതേപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയും. റിലേറ്റഡ് ഗുഡ്സ് 2 ടൈപ്പ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സോപ്പ്, മാർക്കറ്റിൽ 2 സോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സംഭവത്തിന് ഈ സോപ്പിന് വില കൂടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർ മറ്റേ സോപ്പ് വാങ്ങാൻ പോകും.
അപ്പോൾ ഈ സോപ്പിൻ്റെ ഡിമാൻഡാണ് കൂടുക. ഓക്കെ, അപ്പോൾ നമ്മളെ സോപ്പിന് പ്രൈസ് കൂടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോപ്പിൻ്റെ ഡിമാൻഡ് കൂടും. അതാണ് സിമ്പിളി പറഞ്ഞ സാധനം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് സബ്സ്റ്റിറ്റ്വൻറ്റ് ഗുഡായിട്ട് പറയും. സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ടുള്ള ഗുഡ്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഗുഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം കാറ് വേസ്റ്റ് കാറാണ്, അതിൻ്റെ കൂടെ പെട്രോൾ അടിക്കണം ഈ കാറിൽ. രണ്ടും സബ്സ്റ്റിറ്റ്വൻറ്റ് കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. സബ്സ്റ്റിറ്റ്വൻറ്റില്ല, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഗുഡ്സാണ് രണ്ടും. അപ്പം ഈ പെട്രോളിന് വില കൂടുമ്പം ആൾക്കാർ പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ള കാറ് വാങ്ങാനുള്ളൊരു എന്താ പറയുക അർജു കുറയും. ലൈക്ക് ഈ പെട്രോൾ കാർസ് വാങ്ങുന്നതിൻ്റെ നമ്പേഴ്സ് കുറയും, ഡിമാൻഡ് കുറയും പെട്രോൾ കാറിൻ്റെ. അതേപോലെ തന്നെ ഈ പെട്രോൾ കാറിന് വില കൂടുമ്പം പെട്രോൾ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ കുറയും. കാരണം പെട്രോൾ കാർ ആരും വാങ്ങില്ലല്ലോ, പിന്നെ പെട്രോൾ യൂസ് ചെയ്യാൻ ഡിമാൻഡ് കുറയും. അതാണ് അങ്ങനെ. ഇതാണ് രണ്ട് സബ്സ്റ്റിറ്റ്വൻറ്റും കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഇതാണ് രണ്ടും തമ്മിലുള്ള ലിങ്ക്. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ബയേഴ്സ്. ഒരു സാധനം വാങ്ങാനുള്ള ആൾക്കാർ എണ്ണം കൂടും. മീൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിപ്പം ഒരു സോപ്പുണ്ട്, രണ്ടാൾക്കാരുണ്ട്. ഈ രണ്ടാൾക്കാർ പോയിട്ട് ഒരു സോപ്പിന് വേണ്ടിയിട്ട് അടി കൂടാന്ന് വെച്ചാൽ അപ്പം ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്കാണ് ഈ സോപ്പ് കൊടുക്കുക. അപ്പം ഈ സോപ്പിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസും കൂട്ടും. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ബയേഴ്സ് കൂടുമ്പം ഡിമാൻഡ് കൂടും, അപ്പോൾ പ്രൈസ് കൂടും. അതാണ് റിലേഷൻ. പിന്നെ പോളിസി ആൻഡ് റെഗുലേഷൻസ്. നമ്മളിപ്പം ആൾക്കാരുടെ കയ്യിലേക്ക് മണി കൂടുതലെത്തുന്ന ടൈപ്പ് ഗവൺമെൻറ് പോളിസിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് കുറേ സാധനം എന്താ പറയുക ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടും. അത് നോർമലി ഉള്ള ഫങ്ഷനാണ്. മീൻസ് കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ സാധനം വാങ്ങാൻ, ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ കൺസ്യൂമർ ടേസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള എല്ലാം നമ്മൾ വാങ്ങാം. ലൈക്ക് ഇഷ്ടമില്ല നമ്മളൊന്നും വാങ്ങില്ലല്ലോ. അപ്പോൾ കൺസ്യൂമർ ടേസ്റ്റിനനുസരിച്ചുള്ള ഗുഡ്സ് ആണെങ്കിൽ ഡിമാൻഡ് കൂടും. അത് തന്നെയാണ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം. അതാണ് നേരത്തെ. ഇൻകം കൂടുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡും കൂടും ഓട്ടോമാറ്റിക് ഗുഡ്സിനോടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഡിമാൻഡിൻ്റെ കേസിലെ സംഭവങ്ങൾ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈ ആണ്. സപ്ലൈ എന്താണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. എത്ര ആ സോപ്പ് 3 ആൾക്കാർ. നേരത്തെ നമ്മൾ കൺസ്യൂമർ ബേസിലാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർ ബേസിലാണ് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലർ ഒരു ഫിക്സഡ് മാർക്കറ്റ് പ്രൈസിൽ 50 രൂപയിൽ എത്ര സോപ്പ് ഓർ വില്ലിങ് ആൻഡ് ഏബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. മീൻസ് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവണം, പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ പറയുക കേപ്പബിലിറ്റി വേണം. അല്ലാണ്ട് നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മനസ്സിൽ വിചാരിച്ചാലോ അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിലോ കാര്യമില്ല. അപ്പം വില്ലിങ് ആൻഡ് ഏബിൾ ആയിരിക്കണം ആ 50 രൂപയിൽ എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഈ സപ്ലൈ എന്ന് പറയുന്നത്. ഈ കേസിൽ 6 സപ്ലൈ. മീൻസ് 6 സോപ്പ് ഈ കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് കോൺസ്റ്റന്റ്. മീൻസ് വേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത സമയത്ത് പ്രൈസ് കൂടുമ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും കൂടും എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ലോ ഓഫ് സപ്ലൈ. മീൻസ് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടും. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ കൺസ്യൂമറിൻ്റെ ആസ്പെക്റ്റ് എന്നാണ് ആലോചിച്ചത്. ഇവിടെ നമ്മൾ ആലോചിക്കാൻ പോകുന്നത് പ്രൊഡ്യൂസറിൻ്റെ ആസ്പെക്റ്റ് എന്നാണ്. അപ്പം പ്രൊഡ്യൂസറിൻ്റെ ആസ്പെക്റ്റ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാനാണ് നമ്മൾ മാക്സിമം നോക്കുക. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പം നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. മീൻസ് ഒരു സോപ്പ് 10 രൂപക്ക് വിൽക്കുന്നതും 50 രൂപക്ക് വിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 50-ന് വിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടും. അപ്പം പ്രൈസ് കൂടുമ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ ക്വാണ്ടിറ്റി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ വന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കർവ് ഇങ്ങനെ ആയിരുന്നു, ഡിമാൻഡ് കർവ്. ഇത് സപ്ലൈ കർവ് ഇങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ നേരത്തെ കണ്ട കർവ് ഇവിടെ
20 മാർക്കറ്റ് പ്രൈസ് 20 ആകുമ്പോൾ നമ്മളെ പ്രൊഡ്യൂസേഴ്സ് 20 സോപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതേസമയം 40 ആകുമ്പോൾ എത്രയായി? 60 സോപ്പ് മാർക്കറ്റിലേക്ക് എത്തിച്ചു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റിൻ്റെ ഉദ്ദേശമാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അതന്നെ, പ്രൈസ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ കൂടുതൽ സംഭവം മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഇതുണ്ടാവും. ഏത് കൂടുതൽ സോപ്പ് മാർക്കറ്റിലേക്ക് എത്തിക്കാനൊരു താല്പര്യം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാം. ഇനി ഇതിനു മുന്നേ പറയാനുണ്ടായിരുന്നത് സപ്ലൈൻ്റെ നമ്മളെ സിഗ്നിഫിക്കൻസ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് ഓരോ കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ്, ലൈക്ക് എത്ര ഡിമാൻഡ് ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് സപ്ലൈ പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായിരിക്കും. അതിനാണ് മെയിനായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഡിമാൻഡ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഈക്വലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സപ്ലൈൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ ആണ് നോക്കുന്നത്. മെയിനായിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുന്നതോറും നമ്മൾ സപ്ലൈ ഈസി ആവുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും, കുറഞ്ഞ പൈസയിൽ എത്തിക്കാൻ പറ്റും. അതാണ് ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുമ്പോൾ സംഭവം. കുറച്ചും കൂടെ വിലക്കുറവിൽ എത്തിക്കാൻ പറ്റും ഓൾറെഡി ഉള്ളതിനേക്കാളും. കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആകുമ്പോൾ വില കൂടും, ലൈക്ക് ഓരോ മെറ്റീരിയൽസിനൊക്കെ. ഗവൺമെൻറ് പോളിസി, ലൈക്ക് ഇപ്പം സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇപ്പം സോപ്പ് ഉണ്ടാകുമല്ലോ, അതിൻ്റെ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് എയും ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എക്ക് ഒരു 10 രൂപയാണ്, ബിക്ക് ഒരു 10 രൂപയാണ്. അപ്പം എക്ക് ഗവൺമെൻറ് ഒരു 50% സബ്സിഡി കൊടുത്തെന്ന് വിചാരിച്ചു. 50% സബ്സിഡി കൊടുത്തെന്ന് പറഞ്ഞാൽ 5 ആയി, 5 രൂപ കുറഞ്ഞു. 5 രൂപ മാത്രം കൊടുത്താൽ മതി എക്ക്. ഈ 5ഉം ഈ 10ഉമാണ് 15 രൂപ. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ അവരെ ലാഭത്തിൻ്റെ ഒരു 5ഉം കൂടി കൂട്ടി 20ന് ഒരു സപ്ലൈ ചെയ്യാം. നേരത്തെ ഈ 5 സബ്സിഡി ഇല്ലെങ്കിൽ 10 കൊടുക്കുക. ഓക്കെ, അപ്പം ഈ 10ഉം കൂട്ടിയാൽ അത് 20ആയി. ലാഭം കൂടി കൂട്ടിയിട്ട് 25നാണ് അവർ കൊടുക്കുക. അപ്പോൾ 25ന് കൊടുക്കേണ്ടത് ഈ 20ന് ഇവിടെ കൊടുത്തു. ഓക്കെ, അതാണ് ഏത് ഗവൺമെൻറ് പോളിസീൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ വിലക്കുറവിൽ ഈ കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. വിലക്കുറവിൽ നമ്മൾ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പോഴാണ് കോമ്പറ്റീറ്റീവ്നെസ് കൂടുക. കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു 10 സോപ്പ് കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചു. 10 സോപ്പ് കമ്പനിയിൽ ഏത് സോപ്പാണ് ഏറ്റവും കുറവിൽ വിൽക്കുക, അതിനാണ് ഡിമാൻഡ് കൂടുക. ഞാനിപ്പം എൻ്റെ സോപ്പ് ഒരു 50 രൂപയ്ക്ക് ഇട്ടിട്ട് എൻ്റെ ഓപ്പോണൻറ്റ് ഒരു 10 രൂപയൊക്കെ വിൽക്കുന്ന സെയിം ക്വാളിറ്റി സോപ്പെങ്കിൽ ആ 10 രൂപയൊക്കെ ആൾക്കാർ വാങ്ങാനുണ്ടാവും. അതാണ് വ്യത്യാസം. പിന്നെ നാച്ചുറൽ ഡിപ്പെൻസ്. ഈവൻ നമ്മളിപ്പം സപ്ലൈയിൽ മെയിനായിട്ടുള്ള സംഭവമാണ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ അത് മാർക്കറ്റ് പ്ലേസിലേക്ക് എത്തിക്കണ്ടേ. ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഈ നമ്മൾ സ്റ്റോർ ചെയ്ത ഗോഡൗണോ അല്ലെ പോകുന്ന മീൻസ് ട്രാവൽ ചെയ്യുന്ന, ലൈക്ക് റോഡ് കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിച്ചാൽ ആ റോഡിൽ ഇൻഫ്രാസ്ട്രക്ചർ പോയാൽ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവത്തിന് വില കൂടും, ലൈക്ക് സപ്ലൈ കുറയും, വില കൂടും. അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ നമ്പർ ഓഫ് സെല്ലേഴ്സ് കൂടുമ്പോൾ കോമ്പറ്റീറ്റീവ്നെസ് കൂടുമ്പോൾ പ്രൈസ് കുറയും. ലൈക്ക് 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വില കുറവുള്ള അടുത്താണ് ആൾക്കാർ പോയി വാങ്ങുക. അപ്പം മറ്റേ ആൾ കുറച്ചാൽ എനിക്കും കുറക്കാനൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരും. അതാണ് സെല്ലേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ്. അതേപോലെ തന്നെ ഇൻപുട്ട് പ്രൈസ് അതാണ് നമ്മളിവിടെ പറഞ്ഞ സംഭവം. ഒരു 10ൻ്റെയും മീൻസ് ഇൻപുട്ട്. ഇതിപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ നേരത്തെ പഠനത്തിൻ്റെ എയും ബിയും ഇൻപുട്സ് ആണ്, മീൻസ് എന്താണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ സംഭവം. അപ്പം ഈ എക്ക് 10 ബിക്ക് 10 ആണെങ്കിൽ നമ്മളൊരു 25ന് ലാഭം അടക്കം മാർക്കറ്റ് പ്രൈസിൽ എത്തിക്കും. അപ്പം ഈ 10ൻ്റെ വില കൂടിയാൽ ഈ 25ൻ്റെ വിലയും കൂടും. ഓക്കെ, അങ്ങനെ വരുമ്പം ഈ പ്രൈസിൻ്റെ എഫക്റ്റ് ഈ വില കൂടും, ഈ സംഭവത്തിൻ്റെ ടോട്ടൽ വില കൂടും. വില കൂടുമ്പം ഈ ഡിമാൻഡ് മീൻസ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ ഇതിൻ്റെ കൺസപ്ഷൻ കുറയും. ലൈക്ക് ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് വേറെ സംഭവം വില കുറവിലുണ്ടെങ്കിൽ അതാണ് ആൾക്കാർ വാങ്ങും. ഓക്കെ, അതാണ് സപ്ലൈൻ്റെ ഫാക്ടേഴ്സ്. അപ്പം നമ്മളിതുവരെ നോക്കിയത് സപ്ലൈ പറഞ്ഞു, ലോ സപ്ലൈ പറഞ്ഞു, സിഗ്നിഫിക്കൻസ് ഓഫ് സപ്ലൈ എസ്റ്റിമേഷൻ പറഞ്ഞു, സപ്ലൈ കർവ് പറഞ്ഞു, ഫാക്ടേഴ്സ് ആൻഡ്
ഇൻഫ്ലുവൻസിങ് സപ്ലൈ പറഞ്ഞു. ഇത്തരം കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പഠിച്ച സപ്ലൈൻ്റെയും ഡിമാൻഡിൻ്റെയും കർവ് വെച്ചിട്ട് നമുക്ക് സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ പറയുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആയിരിക്കും. നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായില്ല, 6 സോപ്പും 3 ആൾക്കാരും. ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ 6 ആൾക്കാരുണ്ടാവും, 6 സോപ്പും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ കമ്പനിക്കാർക്കും പ്രോഫിറ്റാണ്, ഈ എക്സ്ട്രാ പ്രൊഡക്റ്റും വരുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞത്. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടുതലാണ്. ഇവൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലാണ്, അപ്പോൾ സപ്ലൈ കുറവാണെന്ന് വിചാരിക്കുക. ഈ സമയത്താണ് എന്ത് പ്രൈസ് കൂടുക. മീൻസ് കുറേ ആൾക്കാർ വാങ്ങാനുണ്ടാവും, 2-3 ഗുഡ്സ് ഉണ്ടാവുള്ളൂ. മീൻസ് മെനി പീപ്പിൾ ചേസിങ് ഫ്യൂ ഗുഡ്സ്. അതാണ് പ്രൈസ് കൂടാൻ കാരണമാവും. ഇനി നേരെ തിരിച്ച് ഡിമാൻഡ് സപ്ലൈ ആണ്. ഇപ്പോൾ സപ്ലൈ കൂടി ഡിമാൻഡ് സെയിം ആണെന്ന് വിചാരിക്കുക. സപ്ലൈ കൂടിയാൽ ഇതിപ്പോൾ ഒന്ന് വിചാരിക്കുക, സെയിം പ്രോഡക്റ്റ് തന്നെ കുറേ കമ്പനീസ് ഇറക്കാം. അപ്പം ഇവർ കോമ്പറ്റീറ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് പ്രൈസ് കുറക്കും. അപ്പം സെയിം നമ്പർ ഓഫ് ആൾക്കാർ, എന്നാൽ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ മാർക്കറ്റിലേക്ക് വന്നാൽ പ്രൈസ് കുറയുകയാണ് ചെയ്യുക. മീൻസ് ഇവിടത്തെ കേസ് പോലെ നോക്കുകയാണെങ്കിൽ 6 ആൾക്കാരുണ്ടാവും, 10 സോപ്പ് ഉണ്ടാവും. ഈ സോപ്പ് കോമ്പറ്റീറ്റീവായിട്ട്, സോപ്പ് കമ്പനിക്കാർ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് പൈസ കുറക്കണം. അപ്പം ഈ ഡിമാൻഡിൻ്റെ അത്രയ്ക്കും അല്ല, ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ നമ്മൾ മാർക്കറ്റിൽ വരുന്നതുകൊണ്ട് എന്താ ഈ സംഭവത്തിൻ്റെ പ്രൈസ് കുറയാൻ തുടങ്ങും. അപ്പോൾ അതാണ് ബേസിക്കലി ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ സപ്ലൈയും ഡിമാൻഡും ഒരേപോലെ ഈക്വൽ ആവുന്ന ഈ പോയിന്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇക്വിലിബ്രിയം കർവ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ടോട്ടലി നോക്കിയത്. നമ്മളിന്ന് ടോട്ടൽ നോക്കിയാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് എന്താ, സപ്ലൈ എന്താ, ഇക്വിലിബ്രിയം പോയിന്റ് എന്താ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോയിന്റ്സ് എന്താ, ഇത്തരം സംഭവമാണ് നമ്മൾ ഇന്ന് ബേസിക്കലി നോക്കിയത്. ഓക്കെ.